ഗീക്സ്. അതപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ultrapro link എന്ന് പറയുന്ന ഒരു കമ്പനി പുറത്തിറക്കുന്ന അവരുടെ Powerlink പ്ലസ് 15 വാട്ട് വയർലെസ് ചാർജർ ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു 12-in-1 മൾട്ടി കിറ്റ് ആണ് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. സോ എൻ്റെ ഒരു പ്രൊഡക്റ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ ultrapro link നമുക്ക് അയച്ചു തന്ന അവരുടെ Powerlink പ്ലസിൻ്റെ ബോക്സിംഗ് പാക്കേജ്. സോ ഞാൻ ഓർഡർ ചെയ്തത് കൊറിയർ വഴിയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആമസോണും അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇവരുടെ സൈറ്റിൽ കൂടെ ഓർഡർ ചെയ്യുകയാണെങ്കിൽ കൊറിയർ ആയിരിക്കും കുറച്ചുകൂടെ സ്പീഡും ഫാസ്റ്റ് ഡെലിവറിയും. നിങ്ങളുടെ ഏരിയയിൽ ആമസോൺ ആണ് ഫാസ്റ്റ് ഡെലിവറി എങ്കിൽ ജസ്റ്റ് ഗോ വിത്ത് ആമസോൺ, അല്ലെങ്കിൽ ഈ ഒരു വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്യുക. അതുമ്പോൾ കുറച്ച് കൂപ്പൺ കോഡ്സും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. ജസ്റ്റ് ഗോ ഫോർ ഇറ്റ്. ആൻഡ് നമുക്ക് നേരെ ഈ ഒരു ബോക്സ് ഓപ്പൺ ചെയ്തതിന് ശേഷം ബോക്സിൻ്റെ കണ്ടൻസും കാര്യങ്ങളും എല്ലാം നോക്കാം. ബോക്സ് ഓപ്പൺ ചെയ്യാൻ നേരത്തെ തന്നെ ഫ്രണ്ടിലായിട്ടാണ് നമ്മുടെ പ്രൊഡക്റ്റ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. സോ ഒരു ബബ്ലി റാപ്പിളിങ്ങിൽ ചുറ്റി നല്ല രീതിയിൽ തന്നെ കട്ടിക്ക് പൊതിഞ്ഞാണ് വെച്ചിട്ടുള്ളത്. സോ നമ്മൾ ഈ ഒരു തട്ടുന്ന മുട്ടുന്ന സമയത്തൊന്നും എന്താ പറയുക സ്ക്രാച്ച് ഒന്നും പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും, അല്ലെങ്കിൽ പ്രൊഡക്റ്റിൻ്റെ അകത്തുള്ള സാധനങ്ങൾ കുലുങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. ബട്ട് ഇത് കുറേ ഉണ്ട് കേട്ടോ ഈ ഒരു ബബ്ലിംഗ് റാപ്പിങ്സ്. സോ നല്ല രീതിയിൽ തന്നെ ചുറ്റിയാണ് വെച്ചിട്ടുള്ളത്. സോ അതെടുത്ത് മാറ്റുന്ന സമയത്ത് നമുക്ക് വേറൊരു പ്ലാസ്റ്റിക് റാപ്പിങ്ങിൽ നമ്മുടെ പ്രൊഡക്റ്റ് എന്താ പറയുക ഒന്ന് പൊതിഞ്ഞ് വെച്ചിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. സോ ഒരു ഗ്രീനും അതോടൊപ്പം ഒരു ഗ്രെയിൻ ഫിനിഷുള്ള ബോക്സിംഗ് പാക്കേജാണ്. സൈഡ് ഭാഗത്തൊക്കെ ഒരു ഗ്രീൻ ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഇതിൻ്റെ വെളിയിലേക്ക് ഈ ഒരു പ്രൊഡക്റ്റിനെ എടുക്കാം. സോ പ്രൊഡക്റ്റിനെ എടുക്കുന്ന സമയത്ത് വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. കയ്യിൽ നമുക്ക് നല്ല ലൈറ്റ് വെയിറ്റ്, അപ്പോൾ പ്രൊഡക്റ്റിൻ്റെ വെയിറ്റ് നമുക്ക് അറിയാമായിരിക്കുമല്ലോ. നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആയിരിക്കും ഇതിൻ്റെ അകത്തുള്ളത്. സോ ഫ്രണ്ടിലായിട്ട് തന്നെ നമുക്കൊരു ഒരു എന്താ പറയുക നമ്മുടെ അകത്തിരിക്കുന്ന ആ ഒരു പ്രൊഡക്റ്റിൻ്റെ ഒരു ഫോട്ടോ കാണാനായിട്ട് സാധിക്കും. സോ അതിൻ്റെ ഫ്രണ്ടിലുള്ള സാധനങ്ങളുടെ ഫോട്ടോ നമുക്ക് ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. സോ ഇതിൻ്റെ താഴ്ഭാഗങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെയായിട്ട് Powerlink പ്ലസ് മൾട്ടി ഫംഗ്ഷൻ കേബിൾ കണക്ടർ എന്ന് എഴുതിയിട്ടുണ്ട്. അതോടൊപ്പം ഈ ഒരു വശത്തായിട്ട് കുറേ ഡോട്ട്സിൽ മൾട്ടി കേബിൾ, ആംബിയൻ ലൈറ്റ്, കാർഡ് റീഡർ, ഫോൺ ഗ്രാഡിൽ, സിം കിറ്റ്, പവർ ഡെലിവറിനും കൂടെ എഴുതിയിട്ടുണ്ട്. അതോടൊപ്പം 15 വാട്ട് വയർലെസ് ചാർജർ ഇൻക്ലൂഡഡ് ആണെന്നും കൂടെ എഴുതിയിട്ടുണ്ട്. സോ ഇത് 12-in-1 കിറ്റാണ്. റൈറ്റ് ഭാഗത്തായിട്ട് 1 ഇയർ വാറൻറ്റി, അതോടൊപ്പം ഒരു QR കോഡ് കാണാനായിട്ട് പറ്റും. ആ ഒരു QR കോഡ് നിങ്ങൾ സ്കാൻ ചെയ്യുകയാണെങ്കിൽ ഒരു 3 months, അതായത് 1 വർഷം 3 മാസം നമുക്ക് എക്സ്ട്രാ കിട്ടുന്നതാണ്. 1 വർഷത്തിൻ്റെ കൂടെ 3 മാസം കൂടെ എക്സ്ട്രാ കിട്ടുന്നതാണ്. ബാക്കിലായിട്ട് അതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇത് എങ്ങനെയാണ് ഈ ഒരു വയർലെസ് ചാർജർ സെറ്റ് ചെയ്യേണ്ടതെന്ന്, അതോടൊപ്പം അതിൻ്റെ കുറച്ച് ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻസ് എഴുതിയിട്ടുണ്ട്. നമ്മൾ അതൊന്നും നോക്കുന്നില്ല, നേരെ ബോക്സ് നമുക്ക് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസിൻ്റെ ലിങ്കും ബാക്കി കാര്യങ്ങളും പേരൊക്കെ കൊടുത്തിട്ടുണ്ട്. സോ ഇത് അൺബോക്സ് ചെയ്യുന്ന ഒരു വെറൈറ്റി രീതിയിലായിട്ടാണ്. ഒരു ബുക്ക് എങ്ങനെയാണ് നമ്മൾ അൺബോക്സ് ചെയ്യുന്നത് ആ ഒരു രീതിയിലാണ്. ഒരു ബുക്ക് തുറക്കുന്ന പോലെയാണ് ഇതിൻ്റെ ഒരു എന്താ പറയുക ഒരു പാക്കേജിങ് വരുന്നത്. സോ ഇവിടെയായിട്ട് നമ്മുടെ Powerlink പ്ലേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതോടൊപ്പം ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ആ ഒരു ഫോട്ടോയിലുള്ള അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റിനകത്തുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് കുറച്ച് ഡിഫൈൻ ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് Type-C to ലൈറ്റ്നിങ് കേബിൾ കിട്ടും, മൈക്രോ C2 മൈക്രോ അഡാപ്റ്റർ കിട്ടും, നാനോ സിം കാർഡ് സ്റ്റോറേജ് കിട്ടും, Type-C to Type-A കേബിൾ കിട്ടും, സിം കാർഡ് പിന്നെ കിട്ടും, ഫ്ലാഷ് ലൈറ്റ് സ്വിച്ച് കിട്ടും, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. സോ ഒരു മാഗ്നറ്റിസമാണ് ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. സോ ജസ്റ്റ് നമുക്ക് അടയ്ക്കാൻ തുറക്കുകയും ചെയ്യാൻ വളരെ സിമ്പിൾ ആയിരിക്കും. പക്ഷേ ഇതിൻ്റെ ബോക്സ് നമ്മൾ മുകളിൽ കൂടെയാണ് ഓപ്പൺ ചെയ്യേണ്ടത് കേട്ടോ. സോ നമുക്ക് നേരെ ഈ ഒരു ബോക്സ് ഒന്ന് പതുക്കെ ഒന്ന് ഓപ്പൺ ചെയ്യാം. സോ നമ്മൾ നേരത്തെ കണ്ട ലീഫിൻ്റെ അതേ പ്രൊഡക്റ്റ് കണ്ട പോലെ തന്നെയാണ്. പക്ഷേ ഇവിടെ നമുക്കൊരു ഗ്ലാസ് ഫിനിഷുള്ള പ്ലാസ്റ്റിക് അല്ല കിട്ടുന്നത്. നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഒരു വൈറ്റ് ഫിനിഷ് ഉള്ളതാണ് കിട്ടുന്നത്. അതിൻ്റെ ഫ്രണ്ടിലായിട്ട് തന്നെ നമ്മുടെ പ്രൊഡക്റ്റും പ്ലേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ദാറ്റ് വാസ് ഓൾസോ നൈസ്. പിന്നെ നമ്മുടെ ആ ഒരു Powerlinkൻ്റെ ലോഗോ അവിടെ നമുക്ക് ഒരു റാപ്പിംഗ് സ്റ്റിക്കറെ കൊടുത്തിട്ടുണ്ട്. അതൊന്ന് സ്ക്രാച്ച് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാനിത് ഒരു 1.5 ആഴ്ചയായിട്ട് യൂസ് ചെയ്തിരുന്നുണ്ട് കേട്ടോ. ഇത് 1.5 ആഴ്ചയായിട്ട് യൂസ് ചെയ്തിട്ട് ഒരു പ്രശ്നമില്ല, നല്ല രീതിയിൽ തന്നെ പോകുന്ന ഒരു പ്രൊഡക്റ്റാണ്. ഒരു ട്രാവൽ അഡാപ്റ്ററാണ്. അപ്പോൾ ബോക്സിനകത്ത് ആദ്യം തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് പവർ പ്ലസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നതിൻ്റെ യൂസർ മാനുവലാണ്. കറക്റ്റായിട്ട് ഇത് പഠിച്ചാൽ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ. കാരണം വെച്ചാൽ ഞാൻ ആദ്യമായിട്ട് ഈ പ്രൊഡക്റ്റ് എടുത്തപ്പോൾ എനിക്കൊന്നും മനസ്സിലായില്ല. അതായത് ഈ വയർലെസ് ചാർജർ എങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടത്, അതോടൊപ്പം ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊന്നും എനിക്ക് പിടിയിട്ടില്ല. അപ്പോൾ ഇത് ഞാൻ കുറച്ചുകൂടി വായിച്ച് നോക്കിയപ്പോഴാണ് ഇത് എങ്ങനെയാണ് ചാർജ് ചെയ്യേണ്ടത്. അതിൻ്റെ പൊസിഷൻ തന്നെ തെറ്റായിട്ടാണ് ഞാൻ വെച്ചിരുന്നത് ഫോൺ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ എങ്ങനെയാണെന്നൊക്കെ ഇതിനകത്ത് കുറച്ച് ഡിഫൈനായിട്ടും അതോടൊപ്പം എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതിയിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ നമുക്ക് മിനി ബോക്സിനകത്ത് എന്തൊക്കെ കിട്ടും നോക്കാം. സോ നേരെ നമ്മുടെ ഡിവൈസിലേക്ക് പോകാം. വേറെ ഒന്നുമില്ല, നമുക്ക് ജസ്റ്റ് ആ ഒരു കാർഡും പിന്നെ ഒരു വാറൻറ്റി എക്സ്റ്റെൻഡ് കാർഡ് മാത്രമേ കിട്ടുന്നുള്ളൂ. സോ ആ വാറൻറ്റി കാർഡ് ഞാൻ നേരത്തെ എടുത്ത് മാറ്റിയത് നിങ്ങളെ കാണിക്കാത്തതാണ്. അതിനകത്ത് കുറച്ച് കോഡും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ് കാണിക്കാത്തത് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ പോകുമ്പോൾ ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ്. അതായത് ഒരു ബ്ലാക്കിഷ് ഫിനിഷ്, ഒരു കാർബൺ ബ്ലാക്ക് ഫിനിഷാണ് നൽകിയിട്ടുള്ളത്. എൻ്റെ കയ്യിൽ ആ ഒരു വിയർപ്പൊക്കെ പറ്റുന്ന സമയത്ത് ചെറുതായിട്ട് നമുക്ക് ആ ഒരു എന്താ പറയുക പതിയുന്നുണ്ട്, ആ ഒരു അഴുക്ക് പതിയുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഒരു വെള്ളം നമുക്ക് നല്ല രീതിയിൽ പതിയുന്നുണ്ട്. ഒരു കാർബൺ ബ്ലാക്ക് കളറാണ് നൽകിയിട്ടുള്ളത്. സോ ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്തായിട്ട് Powerlink പ്ലസ് എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഓപ്പണിംഗ് ഭാഗമുണ്ട്. ഓപ്പണിംഗ് ഭാഗത്തിൻ്റെ അകത്ത് ഫ്രണ്ടിലായിട്ട് തന്നെ നമ്മുടെ ഒരു കേബിൾ കാണാനായിട്ട് സാധിക്കും. സോ അതോടൊപ്പം ഒരു ഫ്ലാഷ് ലൈറ്റ് സ്വിച്ച് നമുക്ക് കാണാനായിട്ട് സാധിക്കും. സോ ഇതിൻ്റെ അകത്ത് കുറേ സംഭവങ്ങളുണ്ട്, ഞാൻ ഒന്നൊന്നായിട്ട് എടുത്ത് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ആദ്യത്തെ സാധനം, അതായത് Type-C to Type-C കേബിൾ. ഇത് ഏകദേശം എന്താ പറയുക ഒരു 1 മീറ്റർ നീളം വരുന്ന ഒരു കേബിളാണ്. അപ്പോൾ നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ല മെറ്റാലിക് ഫിനിഷാണ് കൊടുത്തിട്ടുള്ളത്. ഒരു ബ്രൈഡഡ് വയറാണ് നമുക്ക് ഇതിനകത്ത് കാണാനായിട്ട് സാധിക്കുന്നത്. ബാക്കി ആ ഒരു ultrapro linkൻ്റെ ആ ഒരു ലോഗോ കൊടുത്തിരിക്കുന്നിടത്തൊക്കെ നല്ല മെറ്റാലിക് ഫിനിഷാണ് കൊടുത്തിട്ടുള്ളത്. സോ Type-C to Type-C കേബിളൊക്കെ ആവശ്യപ്പെടുന്നവരായിരിക്കണമെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും നമുക്കിത്.
സോ ഇതിൻ്റെ അകത്ത് ബാക്കി നമുക്ക് കിട്ടുന്നത് ഒരു ടൈപ്പ് സി ടു നമ്മുടെ ആദ്യം തന്നെ ആ ഒരു സിമുലേഷൻ പിന്നെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ പോകും. ഇത് ജസ്റ്റ് ഒരു സിമുലേഷൻ പിന്നാണ്, അതാണ് ഞാൻ പറയുന്നത്. ഒരു പോക്കറ്റ് കിറ്റാണ്, നമുക്ക് എന്താവശ്യം വന്നാലും ഈ ഒരു ഗാഡ്ജറ്റ് യൂസ് ചെയ്യാവുന്നതാണ്. സോ അത് വെച്ച് ഇത് എടുക്കാൻ പറ്റത്തുള്ളൂ, എൻ്റെ കൈ എനിക്കങ്ങനെ പറ്റുന്നില്ല, അതുകൊണ്ടാണ്. ഓക്കെ, സോ ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് ആ ഒരു കേബിൾ കഴിഞ്ഞാൽ തന്നെ കിട്ടുന്നത് നമ്മുടെ മൈക്രോ യൂസ്ബിലേക്ക് കൊടുക്കുന്ന ഒരു സംഭവമാണ്. ഇത് ടൈപ്പ് സി ടു മൈക്രോ അഡാപ്റ്ററാണ്. നമ്മൾ ജസ്റ്റ് ഈ ഒരു ടൈപ്പ് സി ഒരു കേബിൾ എടുത്ത് ഇതിൻ്റെ താഴ്ഭാഗത്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ മൈക്രോ യു എസ് ബി സപ്പോർട്ടഡ് ആയിട്ടുള്ള സ്മാർട്ട് ഫോണിൽ കണക്ട് ചെയ്യുക. അതിനുശേഷം ഈ ഒരു ടൈപ്പ് സിയുടെ ഭാഗം നമ്മുടെ സ്മാർട്ട് ഫോണിലോട്ടോ അല്ലെങ്കിൽ ചാർജറിലോട്ടോ കണക്ട് ചെയ്യുക. ആ ഒരു സമയം നമ്മൾ ചിന്തിക്കുന്നതായിരിക്കും ചാർജറിൻ്റെ അകത്തൊക്കെ USB-A അല്ലേ കൊടുക്കേണ്ടത്, ആ ഒരു USB-യുടെ ആ ഒരു പോർട്ടില്ലേ, അതും ഇതിൻ്റെ അകത്തുണ്ട്. ഞാൻ നിങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ചു തരുന്നതായിരിക്കും. സോ നമുക്ക് പിന്നെ കാണാനായിട്ട് സാധിക്കുന്നത് നമ്മുടെ ഐഫോൺ യൂസേഴ്സിനൊക്കെ പറ്റിയ അല്ലെങ്കിൽ ആപ്പിൾ യൂസേഴ്സിനൊക്കെ പറ്റിയ ലൈറ്റ്നിങ് കേബിളിലോട്ട് പോകുന്ന ഒരു പോർട്ടുള്ളതും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. സോ ഇതൊരു ലൈറ്റ്നിങ് അഡാപ്റ്ററാണ്. ഇതിൻ്റെ താഴെയും ടൈപ്പ് സിയുടെ ഒരു പോർട്ടാണ് കൊടുത്തിട്ടുള്ളത്. സോ ടൈപ്പ് സി ടു ലൈറ്റ്നിങ് അഡാപ്റ്ററാണ് ഇതിൻ്റെ അകത്ത് നമുക്ക് കിട്ടുന്നത്. ഇത് നല്ല മെറ്റാലിക് ഫിനിഷ് ക്വാളിറ്റി ഉള്ളത് തന്നെയാണ്. ജസ്റ്റ് നമ്മുടെ ഈ ഒരു ടൈപ്പ് സി ഒരു കേബിൾ കണക്ട് ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു വശം നമ്മുടെ ഏതെങ്കിലും ഒരു സ്മാർട്ട് ഫോൺ അല്ലെങ്കിൽ നമുക്ക് ചാർജറിലേക്ക് കണക്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് തന്നെ USB-Aയും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് നല്ല കാര്യം തന്നെയാണ്. സോ ഒരു ആൾ ഇൻ വൺ ഗാഡ്ജറ്റ് എന്നാണെങ്കിൽ പറയാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ ഇനി നമുക്ക് ബോക്സിനകത്ത് എന്തൊക്കെ കിട്ടുമെന്ന് നോക്കാം. നമ്മുടെ ഈ ഒരു ഡിവൈസിൻ്റെ അകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഡിവൈസിൻ്റെ അകത്ത് പിന്നെ കിട്ടുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു USB ഏരിയയാണ്, ടൈപ്പ് സി ടു USB ഏരിയയാണ് നമുക്ക് കിട്ടുന്നത്. സോ അതും കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതാണ് സംഭവം, നല്ല ക്വാളിറ്റി ഉണ്ട്. വളരെ ചെറിയ രീതിയിലാണ് ഇത് മേഡ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ടൈപ്സ് കൊടുക്കാനുള്ള പോർട്ട് കാണാനായിട്ട് സാധിക്കും. ജസ്റ്റ് നമ്മൾ ഈ ഒരു ടൈപ്പ് സി എടുത്തതിൻ്റെ അകത്ത് കൊടുക്കുക. അതിനുശേഷം ഈ ഒരു USB നമ്മുടെ ചാർജറിലേക്ക് കൊടുത്തതിന് ശേഷം നമ്മുടെ ഫോണിലേക്ക് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മുടെ മൈക്രോ USB ആവട്ടെ ലൈറ്റ്നിങ് അഡാപ്റ്റർ ആവട്ടെ എന്ത് കണക്ട് ചെയ്താലും നമുക്ക് ചാർജർ വഴി ചാർജ് എടുക്കാനായിട്ട് സാധിക്കും. ഒരു പ്രശ്നമില്ല. ഇപ്പോൾ മൈക്രോ USB ആണെങ്കിൽ ഇതാ ജസ്റ്റ് നമ്മുടെ മൈക്രോ USB കേബിൾ റെഡിയാണ്. നമ്മുടെ USB ടു മൈക്രോ USB കേബിൾ റെഡിയാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ലൈറ്റിനിങ് ആണ് ആവശ്യമെങ്കിൽ ലൈറ്റിനിങ്ങും കൊടുക്കാനുള്ള ഓപ്ഷൻ നമുക്കുണ്ടല്ലോ. ആ ഒരു ജസ്റ്റ് ഈ ഒരു സംഭവം നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ മതി, നമുക്കത് വരുന്നതാണ്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ ഒരു ഗാഡ്ജറ്റിൻ്റെ അകത്ത് കിട്ടുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ട്രാവൽ അല്ലെങ്കിൽ ഒരു മൾട്ടി ഫംഗ്ഷൻ കേബിളാണ് കണക്ടർ കിട്ടുന്നത് നമുക്ക് കിട്ടുന്നത്, അതായത് നമ്മുടെ ഈ പവർലിങ്ക് പ്ലസ്സിൽ. അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ വയർലെസ് ചാർജിങ് ബാക്കി കാര്യങ്ങൾ നോക്കാം. സോ ഇതിൻ്റെ അകത്ത് തന്നെ ഞാൻ പറയാൻ വിട്ട ഒരു കാര്യമുണ്ട്. ഒരു ഫ്ലാഷ് ലൈറ്റിൻ്റെ സ്വിച്ച് ഉണ്ട്. നമ്മൾ ആദ്യം ഒരു ബുക്ക് വായിച്ചപ്പോൾ ഉണ്ടായിരുന്നല്ലോ, ഒരു ഫ്ലാഷ് ലൈറ്റ് സ്വിച്ച് ഉണ്ട്. നമ്മുടെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമ്മുടെ ടൈപ്സ് കൊടുക്കുന്ന ഒരു പവറിൻ്റെ ഒരു ഒരു പോർട്ട് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു കേബിളായാലും യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ജസ്റ്റ് നമ്മൾ കണക്ട് ചെയ്യുക. ഒരു ടൈപ്പ് സി ഒരു പോർട്ടാണ് കൊടുത്തിട്ടുള്ളത്. വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. അതോടൊപ്പം നമ്മുടെ ലെഫ്റ്റ് സൈഡിലായിട്ട് TF കാർഡ്, അതായത് നമ്മുടെ SD കാർഡ്സ് ഇടാനുള്ള ഒരു സ്ലോട്ടും അതോടൊപ്പം അടുത്തൊരു LED ഇൻഡിക്കേറ്ററും കാണിക്കുന്നുണ്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ജസ്റ്റ് ഈ ഒരു ഫോൺ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ജസ്റ്റ് ഈ ഡിവൈസ് നമ്മൾ ചാർജറോട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് അവിടെ എഴുതി കാണിക്കുന്നതായിരിക്കും. അവിടെ ആ ഒരു റെഡ് ലൈറ്റ് ബ്ലിങ്ക് ആവുന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് അറിയാം ഇത് ചാർജിങ് ആവുന്നുണ്ടെന്ന്. ഇത് ചാർജ് അല്ല, ഇത് പവർ ആവുന്നുണ്ടെന്നാണ് കേട്ടോ. ഇത് ചാർജ് കയറില്ല. പലരും കാണുമ്പോൾ വിചാരിക്കും ഇത് പവർ ബാങ്ക് എന്നാണ്, പക്ഷേ ഇതൊരു വയർലെസ് ചാർജറാണ്. ഒരു അൾട്രാ പ്രോലിങ്കിൻ്റെ ലോഗോ ഉണ്ട്. അതോടൊപ്പം നമുക്ക് ഈ ഒരു ബാക്ക് സൈഡിൽ പവർലിങ്ക് പ്ലസിൻ്റെ ഒരു ലോഗോയും കൊടുത്തിട്ടുണ്ട്. ആക്ച്വലി ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് സൈഡ്, മറ്റേത് ബാക്ക് സൈഡാണ്. സോ നമുക്ക് ഇവിടെ ആയിട്ട് ഒരു സ്റ്റിക്കർ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് അതിനൊന്ന് പീൽ ചെയ്ത് മാറ്റാം. അതിനുശേഷം ഇതിൻ്റെ ഈ ഒരു വശത്തുള്ള ഒരു ക്ലിപ്പ് നമുക്ക് വെളിയിലേക്ക് എടുക്കാം. അത് നമുക്ക് ഇത് വെച്ചെടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. അതാകുമ്പോൾ സ്ക്രാച്ചും കാര്യങ്ങളൊന്നും വരത്തില്ല. ഓക്കെ, നമ്മളത് ഇളക്കി കഴിഞ്ഞു. അത് ഇളക്കിയതിന് ശേഷം നമ്മൾ ജസ്റ്റ് മുകളിലേക്കൊന്ന് സ്വൈപ്പ് അപ്പ് ചെയ്ത് എടുക്കുകയാണെങ്കിൽ നമുക്ക് സ്മാർട്ട് ഫോണ് ആ ഒരു വയർലെസ് ചാർജർ വെക്കാനുള്ള ഒരു ഗ്ലൈഡർ കാണാനായിട്ട് സാധിക്കും. നമ്മൾ ജസ്റ്റ് അതിൻ്റെ മുകളിലോട്ട് നമ്മുടെ സ്മാർട്ട് ഫോൺ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ തനിയെ ഓട്ടോമാറ്റിക്കായിട്ട് വയർലെസ് ചാർജിങ് സപ്പോർട്ടുള്ള സ്മാർട്ട് ഫോൺസ് ആണെങ്കിൽ ചാർജ് ആവുന്നതാണ്. വളരെ സിമ്പിളാണ്. ജസ്റ്റ് ഞാനൊരു ഡെമോ പീസ് ഒന്ന് കാണിച്ചു തരാം. നമ്മൾ ജസ്റ്റ് ഇങ്ങനെയാണ് ഫോൺ വെക്കുന്നത്. ഇത് ജസ്റ്റ് ഒരു ഡെമോ പീസാണ് കേട്ടോ. ഇത് ഒറിജിനൽ സ്മാർട്ട് ഫോൺ അല്ല, കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മൾ ഈ ഒരു രീതിയിലാണ് സ്മാർട്ട് ഫോൺ വെക്കേണ്ടത്. നമ്മുടെ ആ ഒരു ഈ ഒരു വയർലെസ് ചാർജർ ജസ്റ്റ് ഈ ഒരു രീതിയിൽ നമ്മൾ എടുത്തതിന് ശേഷം നമ്മളിവിടെ പ്ലേസ് ചെയ്യുക. നമ്മുടെ ഒരു വാളിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പ്ലേസ് ചെയ്യുക. ഒരു ഫ്ലോറിൽ പ്ലേസ് ചെയ്തതിന് ശേഷം നമ്മുടെ ഫോൺ ജസ്റ്റ് വെച്ച് കൊടുത്താൽ മതി. നമുക്ക് സിമ്പിളായിട്ട് തന്നെ വയർലെസ് ആയിട്ട് ആ ഒരു സ്മാർട്ട് ഫോൺ ചാർജ് ആവുന്നതായിരിക്കും. സോ നമുക്ക് ജസ്റ്റ് ഇതിനെ ഒന്ന് നമ്മുടെ സ്മാർട്ട് ഫോണിന് മുകളിൽ വെച്ചൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ നേരെ നമ്മുടെ ക്യാമറയുടെ ആംഗിളൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഷൂട്ട് ചെയ്യുന്നത് വേറൊരു സ്മാർട്ട് ഫോണിലാണ്. അതാണ് ഇടയ്ക്കിടയ്ക്ക് ഫോക്കസ് ആവുന്നത്. ആദ്യം തന്നെ നമ്മുടെ ചാർജർ കണക്ട് ചെയ്യുക. ചാർജർ കണക്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ ഒരു ഡിവൈസ് ഈ ഒരു രീതിയിൽ വെക്കുക. അതിനുശേഷം ആ ഒരു ഗ്ലൈഡറും കൂടെ ഓപ്പൺ ചെയ്ത് വെക്കുക. അതിനുശേഷം നമ്മുടെ സ്മാർട്ട് ഫോൺ എടുക്കുക. വയർലെസ് ചാർജിങ് സപ്പോർട്ടഡ് ആയിട്ടുള്ളൊരു സ്മാർട്ട് ഫോൺ നിങ്ങൾ എടുക്കുക. സോ എൻ്റെ ഇവിടെ ആ ഒരു സ്മാർട്ട് ഫോൺ ഉണ്ട്. സോ നേരെ നമുക്ക് ആ ഒരു സ്മാർട്ട് ഫോൺ എടുക്കാം. സോ ഇതാണ് ആ ഒരു സ്മാർട്ട് ഫോൺ. അപ്പോൾ നമുക്ക് ഇതിനകത്ത് എങ്ങനെയാണ് വയർലെസ് ചാർജ് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞു തരാം. നമ്മൾ ജസ്റ്റ് ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യേണ്ട, നേരെ കറണ്ടിൽ കൊടുത്തതിന് ശേഷം സ്മാർട്ട് ഫോൺ അതിൻ്റെ മുകളിലോട്ട് വെച്ച് കഴിഞ്ഞാൽ മതി.
സിമ്പിളായിട്ട് അത് ചാർജ് ആവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് നമ്മുടെ സ്മാർട്ട് ഫോൺസ് വയർലെസ് ആയിട്ട് ചാർജ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഇനി വയർലെസ് ഇയർബഡ്സ് ആവട്ടെ, എന്തെങ്കിലും വയർലെസ് സപ്പോർട്ട് ആവുന്ന എന്തോ ആവട്ടെ, നമുക്ക് ഇതുമായിട്ട് ചാർജ് ചെയ്യാൻ പറ്റുന്നതാണ്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് ഇത്. ബൈ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. സോ എല്ലാ കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വിത്ത് കൂപ്പൺ കോഡ്. അപ്പോൾ വളരെ നല്ല പ്രൊഡക്റ്റാണ്, എല്ലാവരും തീർച്ചയായിട്ടും വാങ്ങിച്ച് ട്രൈ ചെയ്യേണ്ട മസ്റ്റ് ട്രൈ പ്രൊഡക്റ്റ് തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. സോ ഇത് വാങ്ങിക്കാനുള്ളത് ഇതിൻ്റെ കൂപ്പൺ കോഡ്, അതോടൊപ്പം എല്ലാ കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് പോയി ചെക്കൗട്ട് ചെയ്യുക, അതിനുശേഷം ഇത് ബൈ ചെയ്യുക, അത്രേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ കണ്ടുമുട്ടാം.